ഇവിടെ ഒരാളാണെങ്കിൽ എപ്പോഴും കെഴുത്തുവേദന കാരണം പൊറുതി മുട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഡോക്ടർ എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വെയിറ്റ് ചെക്ക് ചെയ്യാണ്. ഇപ്പം തന്നെ അയാളുടെ വെയിറ്റ് 200 കിലോന്റെ മേലെ ആയിട്ടുണ്ട്. എന്നാൽ അയാളെ കാണാൻ നല്ല സ്കിന്നി ആയിരുന്നു. എക്സ്റേയിലൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു രണ്ട് സ്വാമിമാരിൽ ഒരു കുഞ്ഞു സ്വാമിയാണെങ്കിൽ അവനെ തന്നെ തുറച്ചു നോക്കിയിട്ടായിരുന്നു അവിടുന്ന് പോയിട്ടുണ്ടായത്. ഇവന്റെ ജോലി ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഒരു ഫോട്ടോയിൽ ഒരു പ്രത്യേക തരം നിഴൽ കാണാണ്. അത് അവൻ എന്താക്കാണ്, വലിയ ഫോട്ടോഗ്രാഫറിന്റെ അടുക്ക പോയി ചോദിക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം ചെയ്യും, പോളറോയിഡ് ക്യാമറ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ക്യാമറയിൽ മാത്രമേ അതൊക്കെ കാണൂ എന്ന് പറയാണ്. അങ്ങനെ അവന്റെ വീട്ടിൽ പോയിട്ട് കുറച്ചധികം ഫോട്ടോസ് അവൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ദേഷ്യം വന്ന അവനാണെങ്കിൽ ക്യാമറ താഴേക്ക് ഇടുന്ന സമയത്ത് ക്യാമറ തനിയെ ക്ലിക്ക് ആവുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ അവന്റെ തലക്ക് മുകളിൽ ഒരു പ്രേതം ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് അവന്റെ തലവേദനയ്ക്കും ഷോൾഡർ പെയിനും ഒക്കെ കാരണം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവൻ അതിന്റെ ഫോട്ടോസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചിട്ട് ചെയ്തതായിരുന്നില്ല, എന്നാൽ അവൾ മരിച്ചതിന് ശേഷം എല്ലാവരെയും കൊന്നു തന്നിട്ടുണ്ടായിരുന്നു, കൂടെ ഇവനെയും.